മൺമറഞ്ഞു പോയെങ്കിലും കലാഭവൻ മണി ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനാണ്. കലാഭവൻ മണിയുടെ ഭാര്യയുടെയും മകളുടെയും വിശേഷങ്ങൾ സൈബറിടത്ത് വൈറലാവാറുണ്ട്. ഏക മകളാണ് മണിക്ക് ശ്രീലക്ഷ്മി. അമ്മ നിമ്മിക്കൊപ്പമാണ് ശ്രീലക്ഷ്മിയുടെ താമസം. ഇപ്പോൾ ചാലക്കുടിയിലെ മണിക്കൂടാരത്തിലുണ്ട് ഇരുവരും. ഏറ്റവും ഒടുവിലായി പാടിയിലേക്ക് ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരിൽ ചിലർ എത്തിയിരുന്നു. അവർ പകർത്തിയ ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അച്ഛൻ്റെ ഓർമ്മകൾ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോൾ പഴയ കാലം ഓർക്കുകയാണ് ശ്രീലക്ഷ്മിയും. അച്ഛന് പിറന്നാൾ സമ്മാനം കിട്ടിയ ആന, താൻ വരച്ച ചിത്രങ്ങൾ, അച്ഛൻ്റെ ഓർമ്മ കുടീരം, പാടി, അങ്ങനെ എല്ലാ ഓർമ്മകളും കൂട്ടുകാർക്കായി ശ്രീലക്ഷ്മി കാണിച്ചു നൽകുന്നു. കൂട്ടുകാരി ശില്പയോടാണ് ശ്രീ വിശേഷങ്ങൾ പങ്കിടുന്നത്. വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും പഴയ ചമ്മൽ അങ്ങനെ തന്നെ ഉണ്ടെന്നാണ് വീഡിയോ കണ്ട ആരാധകർ ഒന്നടങ്കം പറയുന്നത്. MBBS വിദ്യാർത്ഥിയായ ശ്രീലക്ഷ്മി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് MBBS പഠനം നടത്തുന്നത്. അടുത്തിടെയാണ് ശ്രീലക്ഷ്മിയുടെ പിറന്നാൾ ദിനം ആഘോഷിച്ചത്. ചെറിയച്ഛൻ RV രാമകൃഷ്ണൻ വിഷസ് നേർന്നു വന്നപ്പോഴും ശ്രീയുടെ ചിത്രങ്ങളാണ് ആരാധകർ തേടിയെത്തിയത്. ശ്രീലക്ഷ്മിക്കൊപ്പം ഒരു ചിത്രം പങ്കിടണമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും രാമകൃഷ്ണൻ ചിത്രങ്ങൾ പങ്കിട്ടിരുന്നില്ല. കലാഭവൻ മണിയുടെ അഭിനയവും നാടൻ പാട്ടുകളുമെല്ലാം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവും മണിയെപ്പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. സഹോദരങ്ങളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വാചാലനാവാറുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ ആഗ്രഹമായിരുന്നു മകളെ ഡോക്ടറാക്കണമെന്നത്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ ഡോക്ടറാകാൻ പഠിക്കുന്നത്. അച്ഛൻ്റെ സ്വപ്നം സഫലമാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീലക്ഷ്മി. എൻട്രൻസ് കോച്ചിങ്ങിന് പോയതും അതിനുശേഷം MBBS അഡ്മിഷൻ എടുത്തതിൻ്റെയുമെല്ലാം വിശേഷങ്ങൾ വൈറലായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് വാങ്ങുന്ന വേദിയിലാണ് ശ്രീലക്ഷ്മി ജനിച്ച സന്തോഷ വിവരം ചേട്ടൻ അറിയുന്നത്. അമ്മുവിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്നായിരുന്നു RLV രാമകൃഷ്ണൻ കുറിച്ചത്.